ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന തിരുനാൾ നാം ആഘോഷിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജീയ പ്രവേശനം നമ്മൾ അനുസ്മരിച്ചു. ഈശോയെ എൻ്റെ രക്ഷകനായും ഈശോ ദാവീദിൻ്റെ പുത്രനായും നാം ഏറ്റുപറഞ്ഞു. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞു വെക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിലാണ്. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്നു. നമ്മൾ ലൂക്കായുടെയും മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാണുക. എന്നാൽ അതിൻ്റെ അന്തരാർത്ഥം എല്ലാം ഒന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട. തുടർന്ന് പറയുന്നത്, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളിയിരിക്കുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് എഴുന്നള്ളിയിരിക്കുന്നു. ഇത് പ്രവാചകൻ മുഖേന പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം. അപ്പോൾ ഈശോയുടെ വരവും രാജീയ പ്രവേശനമെല്ലാം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജാവാണ് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ജനം ഓശാന പാടി കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള അർത്ഥമാണല്ലോ ഓശാന. ആരാധന അവസരത്തിലും ദൈവത്തെ സ്തുതിഘോഷണമായി ഓശാന എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. ദൈവമേ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ പെസഹായിലേക്ക് നടന്നെടുക്കുകയാണ്. 1-2 ദിവസം കൊണ്ട് പെസഹായെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.